Hi guys. ഫസ്റ്റ് എപ്പിസോഡാണ്, എക്സ്പെക്ടേഷൻസ് ഒന്നും ഇല്ല. Okay. We speak only ആർട്ട്, design, film. Okay. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ ഫിലിമിനെ പറ്റിയിട്ടുണ്ടാവും, ആർട്ട് ഉണ്ടാവും, ഡിസൈനെ പറ്റിയിട്ടുണ്ടാവും. ഫസ്റ്റ് ഓഫ് ഓൾ, ഐ ആം അബു നബാൻ. ഐ ആം ഷാമിൽ. സഫ്വാൻ. ഓക്കെ, നമ്മളെല്ലാവരും ഡിസൈനേഴ്സാണ്, വീഡിയോ എഡിറ്റർ, ക്രിയേറ്റീവ് ഡയറക്ടറാണ്. ബ്രാൻഡിങ് എക്സ്പെർട്ട് സഫ്വാനാണ്. അസിസ്റ്റന്റ് ബ്രാൻഡിങ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നമ്മളെ ജേണി, ലൈക്ക് നമ്മളെങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് എത്തിയത്, ഡിസൈനെ കുറിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ ഓരോ സ്റ്റെപ്പും, എവിടുന്നാണ് നമ്മൾ ഇൻസ്പിറേഷൻ, എവിടുന്നാണ് നമ്മൾ ടേണിംഗ് പോയിന്റ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മളിതിൽ കവർ ചെയ്യും. ഇപ്പോൾ എല്ലാവർക്കും ലൈക്ക് ക്രിയേറ്റീവായിട്ട് ക്രിയേറ്റീവ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അവരുടേതായൊരു ലൈക്ക് എന്താ പറയുക ജേണി ഉണ്ടാവും. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ലൈക്ക് എനിക്ക് തോന്നുന്നു ഇൻസ്റ്റഗ്രാമൊന്നും ഇല്ലാത്തൊരു ടൈമാണ്. ഐ മീൻ ഇൻസ്റ്റഗ്രാം ഉണ്ട്, നമ്മൾ ഈ ജിയോൻ്റെ ഇറ ആയിരുന്നില്ല. അപ്പോൾ ആ ഒരു ടൈമിനായിരുന്നു എൻ്റെ ജേണി. ഇതേപോലെ ഷാമിലിൻ്റെതായൊരു ജേണി ഉണ്ട്, സഫ്വാനും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ ഒരാളിലേക്ക് വരാം. അപ്പോൾ ആദ്യം എനിക്ക് തോന്നുന്നു ഷാമിൽ പറയുന്നതായിരിക്കും നല്ലത്. ഷാമിൽ പറയൂ. ഷാമിൽ പറയണം. ഓക്കെ, എൻ്റെ ജേണി ടിക്ടോക്ക് ഇറങ്ങിയ സമയത്താണ് എൻ്റെ ജേണി. ഓക്കെ, ഫസ്റ്റ് ടൈം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, നാഫി എന്ന് പറഞ്ഞിട്ട്, ദുബായ്ക്കാരനാണ്. അപ്പോൾ ഇവന് മൊബൈൽ ഫോൺ ഇറങ്ങിയ സമയത്ത് ഇവനൊരു റെഡ്മിന്റെ A1 എന്ന് പറയുന്ന ഒരു മൊബൈൽ ഫോൺ എടുത്ത്. അപ്പം അതില് അന്ന് ഐഫോൺ ഒന്നും അങ്ങനെ ഇറങ്ങിയിട്ടില്ല. ടിക്ടോക്ക് ഇറങ്ങിയ സമയത്ത് ഈ റെഡ്മിന്റെ ഫോണൊക്കെയാണ് കളിക്കുന്നത് നമ്മളിടക്കൊക്കെ. അപ്പൊ ഈ ഐഫോണില് അറിയില്ല, ഇവന്റെ അടുത്ത് ഈ റെഡ്മിന്റെ ഫോണാണല്ലോ, നല്ല ക്വാളിറ്റി ക്യാമറ, നമുക്ക് നോക്കുമ്പോൾ അത് ഭയങ്കര ക്വാളിറ്റി ക്യാമറയാണ്. അപ്പം ടിക്ടോക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവനൊരു ദിവസം നമ്മളിങ്ങനെ, ഞാനെന്തോ പ്ലസ് വൺ സമയത്തോ എന്താണ്, ഇവനെന്നോട് പറഞ്ഞാടാ നമുക്ക് ടിക്ടോക്ക് എന്ന് പറഞ്ഞ സാധനം ഇറങ്ങി, നമുക്ക് വീഡിയോ എടുത്താലോ ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ എന്തായാലും സ്കൂളില്ല അന്ന് നമ്മളെ ഗവൺമെന്റ് തെറ്റവല ഗവൺമെന്റ് സ്കൂളുണ്ട്, അതിന്റെ ഉള്ളിൽ പോയിട്ട് വീഡിയോ എടുക്കാണ്. അപ്പൊ സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസ് ബീജം വരും, ഇവനിങ്ങനെ ഒരു മറ്റേ മരത്തിന്റെ സൈഡിൽ കൂടെ ഞാനിങ്ങനെ ക്യാമറ പുഷിങ് ചെയ്യണം, ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വരും. ഫോൺ ഇങ്ങനെ നടന്നു വരും, മാസി ബീജം, ഇതാണ് സീന്. അപ്പൊ ഈ സാധനം എടുക്കണം, മ്യൂസിക് ഒക്കെ ഇട്ട് സാധനങ്ങൾ എടുത്ത് കണ്ടിട്ട് ഞാനിത് ഇവനെ കാണിച്ചു കൊടുത്തു. അവിടുന്നാണ് ആദ്യത്തെ തുടക്കം. അപ്പൊ പറഞ്ഞാ നിനക്ക് സിനിമ ഒക്കെ എടുത്തുവിടാന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യണേ. അങ്ങനെ പിന്നെ ഞങ്ങള് ടിക്ടോക്ക് എടുക്കാൻ തുടങ്ങി. അതിന് 60 വ്യൂസ് 70 വ്യൂസ് ഒക്കെ കിട്ടാൻ തുടങ്ങി. അപ്പൊ പിന്നെ ഒരു ദിവസം എന്നോട് പറഞ്ഞു നമുക്കൊരു ഷോർട്ട് ഫിലിം എടുത്താൽ എന്താന്ന് ചോദിച്ചു. ഷോർട്ട് ഫിലിമിനുള്ള കഴിവുണ്ട്. പ്രൊഡ്യൂസർ ഇല്ല, ഓൻ പ്രൊഡ്യൂസർ ആവാന്ന് പറഞ്ഞു. ഓനാണ് എന്നെ വാർത്തെടുത്തത്. അങ്ങനെ ഞങ്ങള് സ്റ്റാർട്ട് ചെയ്ത് ഷോർട്ട് ഫിലിം എടുക്കാൻ സ്റ്റാർട്ട് ചെയ്ത്. അപ്പൊ ഈ A1 എടുക്കണേ, ഏത് റിയൽമിന്റെ ഫോണിലാണ് എടുക്കണം. റിയൽമിന്റെ ഫോണില് എന്താ പറയാ ലെൻസില്ല. അപ്പൊ ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ നോക്കും, എങ്ങനെ സിനിമാറ്റോഗ്രാഫി പഠിക്കാം, അല്ലെങ്കിൽ എങ്ങനെ സിനിമാറ്റോഗ്രാഫി ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അന്നൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങൾ കണ്ടിനോ പണ്ട് ഒരു ടെലിസ്കോപ്പിക് ലെൻസ് കണ്ടിനോ, മൊബൈൽ ഫോൺ ഈ സാധനം കാണും. എന്നിട്ട് ഇത് ഓരോ ബംഗാളികള് ഈ സാധനം ഇതിന്റെ ആഡ് എങ്ങനെ ഉണ്ടാവാ, ഭയങ്കര മൈക്രോ സാധനങ്ങളൊക്കെ ആയിട്ട്. ഞാൻ പറഞ്ഞ ഹിന്ദിക്കാർ ഈ സാധനം ഇറക്കും. എന്നിട്ട് ഈ സാധനം നമ്മൾ കാണുന്ന സമയത്ത് ഇവർ ഫേക്ക് അടിക്കും. അല്ലാതെ ഇവരെന്താ ചെയ്യാറിയോ, DSLR-ലൊക്കെ ഒറിജിനൽ എടുത്ത് വീഡിയോ അടിച്ചിട്ട് ഈ സാധനത്തിലേക്ക് ഇടും. അപ്പൊ ഞാൻ വിചാരിച്ച ഈ ക്വാളിറ്റി സാധനം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊഡ്യൂസർ ആയിട്ട് ഇവനോട് സാധനം വാങ്ങാനൊക്കെ പറഞ്ഞു. ഇത് ബുക്ക് ചെയ്തെന്നുകൊണ്ട് സാധനം എത്തിയില്ല. ലാസ്റ്റ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ക്യാമറ ഇല്ല. എനിക്ക് ഈ പറയുന്ന പോലെ ഈ സാധനത്തിൽ എടുത്തിട്ട് റെഡി ആവണില്ല, ഇവന്റെ റിയൽമിന്റെ അല്ല ഈ പറയണ A1 എടുത്തിട്ട് റെഡി ആവണില്ല. അപ്പൊ നമ്മുടെ നാട്ടിൽ ഒരൊറ്റ എടുത്തിട്ട് ക്യാമറ ഉള്ളൂ, ഷാനിൽ വീക്കെന്നുള്ള എടുത്ത്. ഇവന്റെ സീനിയർ ആയിരുന്നു, ഇവന്റെ അടുത്ത് മാത്രമേ ക്യാമറ ഉള്ളൂ. അവന്റെ അടുത്ത് ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാവും. ഇല്ല, ക്യാമറ മാത്രം. ഓര് പുറത്തിറങ്ങില്ല, കാണും.
കാണല്ലേ അവളെന്റെ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പൊ ഓന്റെ അടുത്ത് മാത്രമേ ക്യാമറ ഉള്ളൂ, ഒരു കാനോണിന്റെ ബേസിക് ക്യാമറ. വമ്പ ഷോ കൊണ്ട് ക്യാമറ കൊണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ അവന്റെ വീട്ടിന് മുന്നിൽ കൂടെ ഒക്കെ ഇങ്ങനെ പോകുമ്പോ പറയും, ഇവിടെ മറ്റേ ക്യാമറ ഉള്ള ആള്, ക്യാമറ ഉള്ള വലിയ ആളായി. അപ്പൊ ഞാൻ എസ്റ്റേറ്റ്, എന്റെ വീട് കുറച്ച് എസ്റ്റേറ്റിന്റെ അടുത്താ. അപ്പൊ എസ്റ്റേറ്റിന്റെ ഉള്ളിൽ നിന്നാണ് ഷൂട്ട്. കഥ എന്ന് പറഞ്ഞത് വമ്പ സാധനം. അതില് നായകനായിട്ട് ലാസ്റ്റ് ഞാൻ തന്നെ വരുമൊക്കെ ചെയ്യും. നാഫി വില്ലൻ. അന്ന് വില്ലന്മാര് കത്തിയിരിക്കണ സമയം, ഒരു സമയത്ത് വില്ലന്മാരാണ് ഹീറോസ്. അപ്പൊ നാഫിക്ക് വില്ലനാണെന്ന് പറഞ്ഞ പ്രൊഡ്യൂസറാണ് ഒക്കെ ആണ്. അങ്ങനെ ഫസ്റ്റ് ഇതിലെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു തോക്കുമാണ്. തോക്കാണ് കണ്ടുപിടിക്കേണ്ടത്. ഫിലിമിന്റെ പേരെന്താ അറിയോ? പ്ലേഗൺ. ഗണ്ണ് വാങ്ങണം. അപ്പൊ അതിന് പൈസ ഇല്ല. അവിടെ നിന്നാണ് പ്രൊഡ്യൂസർ ഉണ്ടാവുന്നത്. നാഫി 60 ഉറുപ്പ്യ കൊടുത്തിട്ട് നമ്മളൊരു പ്ലേ ഗണ്ണ് വാങ്ങി. അങ്ങനെ ഗണ്ണ് വാങ്ങി. ക്യാമറ ഇല്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ശാലയിൽ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. കടയിലൊക്കെ പോകുമ്പോ പിന്നെ വീടിന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ നമ്മൾ ഈ സാധനം എടുത്ത് ഓടുന്നതും അങ്ങോട്ടേക്ക് സാധനം. ഞാൻ PVC പൈപ്പ് വെച്ചിട്ട് ഗിംബലൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ ഇവൻ കണ്ടിട്ട് ഒരു ദിവസം എന്നോട് ചോദിച്ചു, എന്താ ബ്രോ പരിപാടി എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഷൂട്ടാണ്, ക്യാമറ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവനുമായിട്ട് കണക്ഷൻ കിട്ടി. വമ്പ സംഭവമായിരുന്നു. അപ്പൊ അതിപ്പോ നമുക്കൊരു സിനിമ ക്യാമറ ഒരു ഷൂട്ടിന് തരുന്നതിനേക്കാളും സന്തോഷമാണ് അന്നൊരു കാനോണിന്റെ ഒരു 1300D കിട്ടാന്ന് പറയുന്നത്. 60 ഉറുപ്പ്യ ബഡ്ജറ്റിൽ. അപ്പൊ പറഞ്ഞു, ഒരൊറ്റ കണ്ടീഷൻ ഉള്ളൂ, ക്യാമറമാനായിട്ട് ഞാനും വരും എന്ന് പറഞ്ഞു. എന്താ, എനിക്ക് ഡയറക്ഷൻ ചെയ്താൽ മതിയല്ലേ, അസിസ്റ്റന്റ് ആയിട്ട് ഒരാളെ കൂട്ടാം, പ്രശ്നമില്ല. അങ്ങനെ ഇവൻ വരും. ഇവൻ വന്നിട്ട് മറ്റേ ക്യാമറ മറ്റേ ഇങ്ങനെ വെക്കും, ട്രൈപോഡിന്റെ മേലെ, തൊടാൻ പാടില്ല, ആരും ടച്ച് ചെയ്യാൻ വേണ്ടി പാടില്ല. അങ്ങനെ ഷൂട്ട് തുടങ്ങി. സ്റ്റാർട്ട് ചെയ്ത് ഈ നാഫി അഭിനയിക്കുന്നില്ല, അഭിനയം വരുന്നില്ല. അങ്ങനെ ഞാൻ നൈസായിട്ട് വില്ലനെ മാറ്റി. നാഫിന് സൈഡ് വില്ലനാക്കി. പ്രൊഡ്യൂസർ സീനായി. ഇടയ്ക്ക് പ്രൊഡ്യൂസർ പണങ്ങിപ്പോയി. അതാ സ്റ്റോപ്പായി. അവിടെ സ്റ്റോപ്പായതോടെ ഞാനും ഷാനിലുള്ള കണക്ഷൻ തുടങ്ങി. പിന്നെ ഞങ്ങള് ഡിസ്കഷൻസ് വന്ന് അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ടിങ് ഇതാണ് പറയുന്നത്. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഫസ്റ്റ് എഡിറ്റിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. മറ്റേ ഫേസ്ബുക്കിന്റെ ടൈമിലൊക്കെ ഉള്ള പോലെ മുടി ഇങ്ങനെ ഓയിൽ ചെയ്യുക, പിക്സാർട്ട് ബാക്കിൽ ലൈറ്റിങ്ങിന് അടിക്കുക. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു 8ാം ക്ലാസ്സിലൊക്കെയാണ് ഈ സാധനം ചെയ്തു വരുന്നത്. അപ്പൊ ഇൻസ്റ്റഗ്രാം ഭയങ്കര വൈറൽ സാധനമാണ്. ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടാവും, പക്ഷെ അപ്പൊ ആർക്കും ഇന്റർനെറ്റ് അങ്ങനെ കിട്ടാനില്ല. ഇന്റർനെറ്റ് 100 ഉറുപ്പ്യൊക്കെ മറ്റോ 29 ഉറുപ്പ്യൊക്കെ മറ്റോ റീചാർജ് ചെയ്യാം, അങ്ങനെ എന്തോ ആണ്. അപ്പോൾ കുറച്ച് MB കിട്ടുള്ളൂ. അത് വെച്ചിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും, പിന്നെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യും, പിന്നെ വാട്സപ്പിൽ ഇങ്ങനെ നമ്മൾ DP മാറ്റിക്കൊണ്ട് വെക്കും. അതൊക്കെയാണ് അപ്രീസിയേഷൻ കിട്ടുക. നാട്ടുകാർ ഫ്രണ്ട്സ് എല്ലാം ഭയങ്കര അടിപൊളി എഫക്റ്റ് ആട്ടോ, സെറ്റ് കളറാന്നൊക്കെ പറയും ഫ്രണ്ട്സ്. അപ്പൊ അത് കേട്ടിട്ട് ഭയങ്കര ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കെടുക്കുന്ന ഒരു എഡിറ്ററുണ്ട്. എഡിറ്ററായിരുന്നു ഞാൻ. അങ്ങനെ പണ്ട് ഇതുപോലെ ലൈക്ക് ഓരോ കമ്പനിക്ക് പേരുണ്ടാവും. ഫ്രണ്ട് സർക്കിൾ ആയിരിക്കും ചിലപ്പോൾ ഒരു കുറച്ച് ആൾക്കാർ സ്മാർട്ട് ബോയ്സ്, ഓൺലൈൻ സ്മാർട്ട് ബോയ്സ് ഉണ്ടാവും. അവരിങ്ങനെ ഫ്രീക്കായിട്ട് ഡ്രസ്സിങ് ചെയ്യുക, ഫോട്ടോഷൂട്ടിന് പോവുക, പിന്നെ കളർ ചെയ്യുക, എഡിറ്റ് ചെയ്ത് കൊടുക്കുക, അങ്ങനത്തെ സർവീസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ എന്റെ കമ്പനിക്ക് പേരിട്ട് എങ്ങനെ അറിയോ, ഞാൻ സ്വന്തം ഒറ്റക്ക് തുടങ്ങിയ വെറുതെ എന്റെ സ്വന്തം എനിക്ക് തോന്നില്ലേ ചവർലേറ്റിന്റെ ഏതൊരു കാറുണ്ട് സ്പാർക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് എന്തേലും പേരിടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പോയതല്ലോ. ഞാന് എന്റെ വീട്ടിലേക്ക് സമയത്ത് ഒരു മാഗസിൻ ഉണ്ട്, അത് മറ്റേ ചവർലേറ്റിന്റെ കാറിന്റെ ഏതോ ഒരു കാറാണ് സ്പാർക്ക് എന്ന് പറഞ്ഞിട്ട്. സ്പാർക്ക് കൊള്ളാന്ന് പറഞ്ഞിട്ട് സ്പാർക്ക് പേരിഷ്ടപ്പെട്ടു. അങ്ങനെ സ്പാർക്ക് എഡിറ്റ്സ് ആക്കി. അങ്ങനെ എഡിറ്റ്സ് ആയി. അങ്ങനെ എന്റെ സ്വന്തം എഡിറ്റിംഗ് കമ്പനി തുടങ്ങി. അങ്ങനെ വൈറലായിരുന്നു. എഡിറ്റ് ചെയ്ത് വെച്ചാല് ചങ്ങായിമാര് ഫോട്ടോ തരും. ഒരു പണ്ട് സാംസങ്ങിന്റെ ഒരു ഭയങ്കര ഫോണൊക്കെ ഉണ്ടായിരുന്നു, അതിൽ ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ തരും, അല്ലെങ്കിൽ DSLR എടുക്കും. പണ്ടൊന്നും ഉണ്ടായിരുന്നു. രാവിലേക്ക് പോകും, പണ്ട് രാവിലെ എണീറ്റിട്ട് സൺറൈസ് കിട്ടാൻ വേണ്ടിയിട്ട് പോകും. അങ്ങനെ ആ ഷൂട്ടൊക്കെ ചെയ്യും. എന്നിട്ട് ഇവിടെ കളർ ചെയ്യും. ഈ സൈഡ് ഒരു സൂര്യനെ കൊണ്ട് എന്നെ ഞാൻ ന്യൂയോർക്കിലാണ് കൊണ്ടുവച്ചത്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു.
അന്ന് ഭയങ്കര എഡിറ്ററായി, നാട്ടില് എഡിറ്റർ എന്നുള്ളൊരു പേര് വന്ന്, സ്കൂളിൽ വന്ന് എഡിറ്റർ എന്നുള്ളത്. അങ്ങനെ എഡിറ്റർ എന്നല്ല പറയാ, എഡിറ്റർ എന്നാ പറയാ. ഡിസൈനർ എന്നുള്ളൊരു വേർഡ് എന്റെ അങ്ങനെ പറഞ്ഞുതരാൻ ഒരാളുണ്ടായിരുന്നില്ല. എഡിറ്റർ എന്നായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും അങ്ങനെയായിരുന്നു കാണുന്നത്. അപ്പോൾ വീട്ടുകാർക്കെല്ലാം പുച്ഛായിക്കന്മാർക്കെല്ലാം ലൈക്ക് ഓരോ നമ്മൾ ചെറുതല്ലേ, ഓരോതൊക്കെ കഴിഞ്ഞിട്ട് ഓർക്കൊക്കെ ഭയങ്കര പുച്ഛായിരുന്നു. ഫുള്ള് ഫ്രീക്ക് അങ്ങനത്തെ ഒരു ടോക്കാണ്. മറ്റേ നമ്മളിപ്പോൾ അങ്ങനെ കളിയാക്കുന്ന കുറച്ച് ഗ്യാങ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് നേരെ എനിക്ക് തോന്നുന്നു ഞാൻ കുരുത്തക്കട കളിച്ചിട്ട് എന്നെ നേരെ കൊണ്ടുപോയിട്ട് ദർസിൽ കൊണ്ടുപോയിട്ടു. ഇപ്പം 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ദർസിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്നാണ് ശരിക്കും എനിക്ക് ഈ ഫീൽഡ് എന്താണെന്ന് അറിയുന്നത്. എന്തോ എനിക്ക് തോന്നി ആടെ ഉസ്താദിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോന് വെറുതെ ഹോസ്റ്റലിൽ പോലെ നിന്ന് പോകുന്നതാണ്. ലൈക്ക് ഓനെ എങ്ങനെ വെച്ചാൽ എഞ്ചിനീയറിങ് പഠിക്കുന്നതാണ് മലപ്പുറത്ത്. അപ്പോൾ വെറുതെ സമയമുള്ള സമയത്ത് ഈ ഡിസൈൻ ചെയ്യും. രാത്രിയൊക്കെ ഇരുന്ന് ഇങ്ങനെ ഇല്ലുസ്ട്രേറ്റർ എടുക്കും, പിന്നെ ലോഗോ ഡിസൈൻ ചെയ്യും. അപ്പോൾ എനിക്കിങ്ങനെ കാണുന്നത് ഓക്കെ ലോഗോ, പാറ്റേൺ, ഡിസൈൻ, ടെക്സ്റ്റ് അതൊക്കെയാണ്. അപ്പോൾ എനിക്കിത് എന്താണെന്നുള്ളത് അപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടായിരുന്നു ഓക്കെ എഡിറ്റിംഗ് 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 അതാണ്. അങ്ങനെ അവരോട് ഞാൻ ചോദിച്ചു ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു. രാത്രി ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് നോക്കും. ലോഗോ 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 എന്ന് പറയുന്നത് ലോഗോ ഡിസൈൻ. അപ്പൊ നമ്മൾ പറയല് എംബ്ലം, സിമ്പിൾ എന്നൊക്കെയാ പറയാ. ഇപ്പം പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഓക്കെ അത് ലോഗോ എന്നുള്ളത് മനസ്സിലായി. ഓക്കെ ഇനി ഈ സാധനം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ പൈസ കിട്ടും. അപ്പോൾ ഓക്കെ ഇതൊരു ഫീൽഡാണ്, ഇതിൽ നിന്ന് പൈസ കിട്ടും, ഇതൊരു പ്രൊഫഷനായിട്ട് എടുക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മുമ്പ് പറഞ്ഞു തന്നെ. അവന്റെ ക്ലയൻസ് ഒക്കെ പുറത്തെത്തിയാണ്. എനിക്കെന്തോ പടച്ചോൻ എത്തിച്ചു തന്നതാ. ഒരു ഹൈ ലെവലിലുള്ള ഒരു ചങ്ങായിനെ എന്റെ ആടെ ദർസിലേക്ക് എത്തിച്ചു തന്നത്. എല്ലാവരും ദർസ് പഠിക്കുന്ന കുട്ടികൾ, ദർസ് പഠിക്കുന്ന കുട്ടികൾ അവിടെ ഓനൊരു ഹോസ്റ്റല് പോലെ നിൽക്കുന്നതാണ്. ഓൻ കോളേജിൽ പോകുന്നുണ്ട്, രാത്രി ഇരുന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൻ്റെ അടുത്ത് കണ്ട് ഓക്കെ അടിപൊളിയാണല്ലോ, ആ സാധനം പഠിച്ചെന്താന്നുള്ളത്. എന്നിട്ടും ഞാൻ ഉസ്താദിന്റെ അടുത്ത് പോയി പറഞ്ഞു തരാം, ഉസ്താദ് എനിക്ക് ഈ പരിപാടി പറ്റില്ല, ഞാൻ എന്താണ് എഡിറ്റിങ് ചെയ്യാൻ പോകുന്നത്, പിന്നെ ഞങ്ങൾക്ക് എഡിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്ത് അവിടുന്ന് ഇറങ്ങിയിട്ട് ലൈക്ക് എനിക്ക് പ്രൂവ് ചെയ്യണം പാരൻസിൻ്റെ അടുത്ത്. +2 കഴിഞ്ഞ് +1 കഴിഞ്ഞ് +2ലേക്കാണ്. +2 ഞാൻ നാട്ടിൽ നിന്ന് പഠിച്ചു. അങ്ങനെ ലൈക്ക് വീട്ടുകാരുടെ അടുത്ത് പ്രൂവ് ചെയ്യണം ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്, എനിക്ക് പറ്റുന്ന ഇതാണ്, ഈ എഡിറ്റിംഗ് ഒരു പ്രൊഫഷനാണെന്ന് നോക്കുക. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ലോഗോ ഡിസൈൻ ചെയ്തത് എൻ്റെ ഇക്കാക്കാൻ വേണ്ടിയിട്ടാണ്. ഇക്കാൻ്റെ എൻ്റെ പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, 3rd Dimension എന്ന് പറഞ്ഞിട്ട്. അത് ഓനിട്ട് പേര് ഓൻ്റെ ഒരു ലൈക്ക് 3D ഡിസൈൻ, ഒരു വീട് ഡിസൈൻ ചെയ്യുന്ന ഇന്റീരിയർ ഡിസൈൻ ഒക്കെയാണ്. അപ്പൊ അതിന് ഞാൻ ഓനെ പേര് വന്ന എനിക്ക് ഞാനൊരു ലോഗോ ഡിസൈൻ ചെയ്ത് അവിടെ എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ചെറിയ ബ്രദർ ഒരു ആപ്പ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, അഡോബ് ഡ്രോ എന്ന് പറഞ്ഞിട്ട്. ആ ആപ്പിൽ ഫോണിൽ ചെയ്യുന്നത് അഡോബിന്റെ ഒരു സോഫ്റ്റ്വെയർ. അപ്പോൾ അതിലെന്ത് ചെയ്യാം, നമുക്ക് ലൈക്ക് ലോഗോ ഡിസൈൻ ചെയ്യാൻ പറ്റും, ആൾക്കാരെ വരക്കാൻ പറ്റും, അങ്ങനത്തെ കുറേ സെറ്റപ്പ് ഉണ്ട്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തറിയോ, ലൈക്ക് അതിൽ ലോഗോ വരച്ച് എനിക്ക് കണ്ടത് എന്താ, ഇവന് സോഫ്റ്റ്വെയർ വരക്കുന്നതാണ്. അപ്പോൾ ഓക്കെ എനിക്ക് ഫോണിൽ ചെയ്യാൻ പറ്റും, ഔട്ട് കിട്ടിയാൽ പോലെ. അങ്ങനെ ഞാൻ ഫോണിൽ എന്ത് ചെയ്ത് ഈ ലോഗോ ഡിസൈൻ ചെയ്ത്. അപ്പൊ ഇക്കാക്കും മനസ്സിലായി ഓക്കെ ഇവന് ഇത് സംഭവം ഉണ്ട്, മരുന്നുണ്ട് കയ്യിൽ, എന്തോ സാധനം ഉണ്ട് എന്നുള്ളത്. അങ്ങനെ ഞാൻ എൻ്റെ എനിക്കൊരു പേജ് ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ പുതിയൊരു പേരുണ്ട്, അപരിചിതൻ. ഇൻസ്റ്റാഗ്രാമിൽ ഒരു അക്കൗണ്ട് അപരിചിതൻ എന്ന് പറഞ്ഞിട്ട്. അതാണ് പേഴ്സണൽ ബ്രാൻഡിങ് നടക്കണം. പേടിയാ നാട്ടുകാർ കണ്ട് പറഞ്ഞിട്ട് അത് നിന്റെ അറിയില്ല, എന്റെ ആരും അറിയരുത്. ലൈക്ക് ഞാൻ ആൾക്കാർക്ക് വെറുതെ വരച്ചു കൊടുക്കും. പേഴ്സണൽ ബ്രാൻഡിങ് ആയിരിക്കണം. ആരും അറിയാതെ. പക്ഷെ ഞാൻ റിവീൽ ചെയ്തു. പിന്നെ അത് വെച്ചാല് പുറത്ത് ആൾക്കാർ വെറുതെ വരച്ചു കൊടുക്കും, വെറുതെ ആൾക്കാർക്ക് മറ്റേ ടൈപ്പോഗ്രഫി ആർട്ട്, കാലിഗ്രഫി ഒക്കെ ചെയ്ത് കൊടുക്കും. അങ്ങനത്തെ ഒക്കെ ആയിരുന്നു പണ്ടത്തെ പരിപാടി. അങ്ങനെ ഇത് കണ്ടപ്പോ ഞാൻ വെറുതെ എന്നാ പറയുക, എന്റെ ദർസിലുള്ള ഫ്രണ്ട് ലോഗോ ഡിസൈൻ ചെയ്യുമ്പോൾ മോക്കപ്പ് ഒക്കെ ഇടും. അപ്പൊ ഈ മോക്കപ്പ് എന്നുള്ള വേർഡ് അറിയില്ല, മോക്കപ്പ് എന്താണെന്ന് അറിയില്ല. അങ്ങനെ ലൈക്ക് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാല് ഈ മോക്കപ്പ് ജസ്റ്റ് പിൻട്രസ്റ്റ് തന്നെ ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിൻട്രസ്റ്റിൽ കുറെ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, പുറത്തത്തെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇൻസ്റ്റഗ്രാമിൽ ആരും ലൈക്ക് പോർട്ട്ഫോളിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നില്ല. നമുക്ക് തോന്നുന്നു പിൻട്രസ്റ്റിലാണ് കുറച്ചും കൂടി ഉള്ളത്, ബിഹൈൻഡ് പിൻട്രസ്റ്റ് ഒക്കെ. അങ്ങനെ മോക്കപ്പ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്തു. അപ്പോഴാണ് ഒരു ഏജൻസി കോണ്ടാക്ട് ചെയ്തത്. പിന്നെ അങ്ങോട്ടേക്ക്
കരിയർ സ്റ്റാർട്ട് ആയി.